ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, വ്യക്തിത്വ വികസനത്തിലൂടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുമോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. എന്താണ് വ്യക്തിത്വ വികസനം? ഒരു വ്യക്തിയുടെ സ്വഭാവം, ആശയവിനിമയ ശേഷി, പെരുമാറ്റ രീതികൾ, കഴിവുകൾ എന്നിവ കാലക്രമേണ മെച്ചപ്പെടുത്തുന്ന ഒരു തുടർച്ചയായ പ്രക്രിയയാണ് വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. വ്യക്തിത്വ വികസനത്തിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇവയൊക്കെയാണ്. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, ആശയവിനിമയ ശേഷി ഫലപ്രദമാകുന്നു, തൊഴിൽപരമായ വിജയം നേടിത്തരുന്നു, വൈകാരിക നിയന്ത്രണം സാധ്യമാകുന്നു, സാമൂഹിക അംഗീകാരം നേടിത്തരുന്നു. ഇവയൊക്കെ വ്യക്തിത്വ വികസനം എന്നത് ബാഹ്യമായ രൂപം മാറ്റുന്നതിലുപരി സ്വന്തം കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഏറ്റവും മികച്ച വ്യക്തിയായി മാറുവാനുള്ള ഒരു പരിശീലനമാണ്. പാശ്ചാത്യവും ഭാരതീയവുമായ വ്യക്തിത്വ വികസന പദ്ധതികൾ നിലവിലുണ്ട്. പാശ്ചാത്യ വീക്ഷണം പ്രധാനമായും വ്യക്തി കേന്ദ്രീകൃതമാണ്. അത് വ്യക്തിയുടെ വിജയങ്ങൾ, ലക്ഷ്യപ്രാപ്തി, ആത്മവിശ്വാസം, ബാഹ്യമായ കഴിവുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു. മറുവശത്ത് ഭാരതീയ വീക്ഷണം സമഗ്രമായ വികസനത്തിലാണ് കേന്ദ്രീകരിക്കുന്നത്. അത് ആന്തരിക സമാധാനം, ധാർമ്മിക മൂല്യങ്ങൾ, ആത്മസാക്ഷാത്കാരം, പ്രപഞ്ചവുമായുള്ള ബന്ധം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. യോഗയും വേദാന്തവും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നത്തെ ചുറ്റുപാടിൽ വ്യക്തിത്വ വികസനം എന്നത് ഒരുതരം അഭിനയമാണോ എന്ന് തോന്നിപ്പോകുന്നു. കാരണം മറ്റുള്ളവരുടെ മുൻപിൽ താൻ കേമനാണ് എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ തൻ്റെ പെരുമാറ്റത്തിൽ, ഭാവത്തിൽ, വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ക്രമീകരണം നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. എന്നാൽ ഇത് തൻ്റെ സഹജമായ വ്യക്തിത്വത്തിനുമേൽ അണിയുന്ന മുഖംമൂടി മാത്രമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു മുഖംമൂടി അണിഞ്ഞാൽ തൻ്റെ സഹജമായ വ്യക്തിത്വം മാറുകയില്ല. അത് അവൻ്റെ ഉള്ളിലിരുന്ന് എരിഞ്ഞുകൊണ്ടേയിരിക്കും. പൊതുമധ്യത്തിലാണ് നമ്മുടെ വ്യക്തിത്വം നാം കൂടുതൽ മോടി പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ സ്വകാര്യത എന്നത് നമ്മുടെ വീടിനുള്ളിലാണ്. അവിടെ നമ്മുടെ സഹജമായ വ്യക്തിത്വം എല്ലാവരും പുറത്തെടുക്കുന്നു. ഇത് കുടുംബ ബന്ധങ്ങൾ ആടിയുലയുവാനും ചിലപ്പോൾ തകരുവാനും ഇടയാകുന്നതാണ്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നാം അണിഞ്ഞ മുഖംമൂടി വ്യക്തിത്വം നമ്മുടെ സഹജമായ വ്യക്തിത്വവും തമ്മിൽ ഒരു ആന്തരിക സംഘർഷം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇത് നമുക്ക് സമ്മാനിക്കുന്നത് ഉറക്കമില്ലാത്ത രാവുകളെയാണ്. നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റാൻ ഇതും കാരണമാകുന്നു. ഈ ലോകത്തിൽ നമ്മളെ വ്യത്യസ്തരായി പിരിച്ചു കാണാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. ഈ അവസരത്തിൽ മഹാഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ ഈ വരികൾ മുഖംമൂടിയില്ലാത്ത വ്യക്തിത്വത്തിന് പുതുജീവൻ നൽകുന്നു. തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും, അന്നേത് മോഹം അന്നേത് ശോകമേകത്വ ദൃക്കിന്. ഞാൻ മറ്റുള്ളവർ എന്ന ഭേദഭാവം മാറി എല്ലാം ഒന്നാണെന്ന പരമാർത്ഥം മനസ്സിലാക്കുന്ന ഒരുവന് പ്രപഞ്ചത്തിൽ ഒന്നിനോടും ഭ്രമമോ ഒന്നിനെക്കുറിച്ചും ഓർത്ത് ദുഃഖമോ ഉണ്ടാവുകയില്ല. അവൻ പരമമായ ശാന്തി അനുഭവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, വ്യക്തി വികസിക്കേണ്ടത് വലിയ ഒരു വ്യക്തിയിലേക്കാവരുത്, അത് സമസ്തതയിലേക്കായിരിക്കണം. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.